വിനു, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ വോട്ടർ പട്ടിക ക്രമക്കേടുമായി സംബന്ധിച്ച് ആക്ഷേപമായിട്ട് രംഗത്ത് വന്നത് രാഹുൽ ഗാന്ധിയാണ്. അദ്ദേഹം അതിൻ്റെ തെളിവുകൾ സഹിതം വാർത്താ സമ്മേളനം നടത്തി. വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടായി. കേരളത്തിൽ പോലും അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായി, പ്രത്യേകിച്ച് തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ. പക്ഷേ ഇപ്പോൾ ഈ ബൂമറാങ് പോലെ ആ ആരോപണം കോൺഗ്രസിനെ തിരിഞ്ഞു കൊത്തുന്നു എന്നുള്ളതാണ് വാർത്ത വരുന്നത്, പ്രത്യേകിച്ചും സോണിയാഗാന്ധിയുടെ കാര്യത്തിൽ. സോണിയാഗാന്ധി വോട്ടർ പട്ടികയിൽ അവർ ഇറ്റലി സ്വദേശിയാണ്. ഇന്ത്യൻ പൗരത്വം നേടുക, അതേപോലെ വോട്ടർ പട്ടികയിൽ പേര് നേടുക, ഇതൊക്കെ വലിയ വാർത്താ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധിയുടെ വോട്ടർ പട്ടികയും വോട്ട് ചെയ്തതുമായി ബന്ധപ്പെട്ട് ഒരു വിവാദം വരുന്നുണ്ട്. എന്താ സംഭവം? തീർച്ചയായിട്ടും വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം പുറത്തു വരുന്നത്. കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധിക്കെതിരെ ഗുരുതര ആരോപണവുമായാണ് BJP രംഗത്ത് വന്നത്. സോണിയാഗാന്ധി ഇന്ത്യൻ പൗരയാകുന്നതിന് മുമ്പ് നിയമവിരുദ്ധമായി വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നാണ് BJPയുടെ ആരോപണം. 1946 ഇറ്റലിയിൽ ജനിച്ച സോണിയയുടെ പേര് ഇന്ത്യൻ പൗരയാകുന്നതിന് ഒരു വർഷം മുൻപ് 1980 മുതൽ 82 വരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെന്ന് മുൻ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ പൗരത്വം നേടാത്തപ്പോൾ തന്നെ സോണിയാഗാന്ധി വോട്ടറായിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന 1980 വോട്ടർ പട്ടികയുടെ പകർപ്പ് അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തു. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പം നമ്മൾ ഈ വോട്ടേഴ്സ് ലിസ്റ്റ് അന്ന് നെറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഇത് വ്യാജമായി ചെയ്തതായിക്കൂടായികയില്ലേ? ഒരു സാധ്യത തള്ളിക്കളയാൻ. കാരണം സോണിയാഗാന്ധി ഇത്തരത്തിൽ വോട്ട് ചെയ്തു അല്ലെങ്കിൽ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചു എന്നുള്ളത് അന്നത്തെ കാലത്ത് ഒരു വാർത്തയും അല്ല, ഒന്നുമല്ല. കാരണം അന്ന് രാജീവ് ഗാന്ധിയുടെ ഭാര്യ രാജീവ് ഗാന്ധി വിദേശത്ത് നിന്ന് പ്രണയിച്ച് വിവാഹം കഴിച്ച ഒരു പെൺകുട്ടി എന്നതിനപ്പുറം സോണിയാഗാന്ധിക്ക് യാതൊരു വാർത്താ പ്രാധാന്യവും ഇല്ലാതിരുന്നൊരു കാലഘട്ടമായിരുന്നു. ഇനി ഒരു പക്ഷേ രാജീവ് ഗാന്ധിയും സോണിയാഗാന്ധിയും ഒരുമിച്ച് വന്ന് വോട്ട് ചെയ്യുകയാണെങ്കിൽ അന്ന് ദൂരദർശൻ ഉണ്ടെന്ന് തോന്നുന്നു. ദൂരദർശൻ ഉണ്ട്. ദൂരദർശൻ മലയാളത്തിനാണ് 85 തുടങ്ങുന്നത്, മറ്റ് സ്ഥലങ്ങളിൽ അതിന് മുന്നേ ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്ത് വോട്ട് ചെയ്യാൻ രാജീവ് ഗാന്ധിയും ഭാര്യ സോണിയാഗാന്ധിയും വരുമ്പോൾ രാജീവ് ഗാന്ധിക്ക് പ്രാധാന്യം നൽകുന്നതിന് വേണ്ടി ആ വിഷ്വൽസ് ഒരുപക്ഷെ എടുത്തിട്ടുണ്ടാകും. പക്ഷേ സോണിയാഗാന്ധി വോട്ട് ചെയ്യുന്നത് എടുക്കാൻ സാധ്യതയില്ല. പിന്നെ സ്വാഭാവികമായിട്ട് ഈ വോട്ടർ പട്ടികയുടെ പകർപ്പ് അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തു എന്ന് പറയുന്നു. ഇത് കൃത്യമാണോ, ഇത് ദുരുപയോഗമല്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചാണ് അമിത് മാളവ്യയുടെ എക്സ് പോസ്റ്റ്. പക്ഷേ ഈ രേഖകൾ ഇപ്പം നമുക്കറിയാം, സർക്കാരിൻ്റെ ഇത്തരത്തിലുള്ള രേഖകൾ കഴിഞ്ഞ വർഷത്തത് പോലും എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് 82 അല്ലെങ്കിൽ 80 മുതൽ 82 വരെയുള്ള രേഖകളൊക്കെ എക്സിൽ പോസ്റ്റ് ചെയ്യണമെങ്കിൽ അത് എവിടെ നിന്ന് എടുക്കാം? അന്നത്തെ കാലത്ത് നെറ്റോ കമ്പ്യൂട്ടർ വന്നില്ലെന്ന് തോന്നുന്നു. കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷേ ഇത്ര സാർവത്രികമായിട്ട് ഉണ്ടാവില്ല. അത് മാത്രമല്ല, അത് ഇത്തരം രേഖകളൊക്കെ അത് സ്കാൻ ചെയ്ത് കയറ്റാനുള്ള സംവിധാനമൊന്നും ടൈപ്പ് ചെയ്തോ ഒക്കെ കയറ്റാനൊക്കെ ഉള്ള സംവിധാനമുള്ളൂ. ഇപ്പോഴല്ലേ ഈ വോട്ടർ പട്ടിക അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ ആവുന്നത്. അതിന് സംശയമുണ്ട്. എന്തായാലും 1968 രാജീവ് ഗാന്ധി വിവാഹം കഴിച്ച സോണിയാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന സമയത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരുന്നുവെന്നാണ് അമിത് മാളവ്യ ആരോപിക്കുന്നത്. 1982 പ്രതിഷേധത്തെ തുടർന്ന് സോണിയയുടെ പേര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. 83 ഇന്ത്യൻ പൗരത്വം നേടിയ ശേഷം വീണ്ടും സോണിയാഗാന്ധിയുടെ പേര് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയതും ക്രമക്കേട് നടത്തിയാണെന്ന് അമിത് മാളവ്യ പറയുന്നു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കേണ്ട കട്ട് ഓഫ് തീയതി അന്നേ വർഷം ജനുവരി 1 ആയിരുന്നുവെന്നും എന്നാൽ സോണിയാഗാന്ധി ഏപ്രിലാണ് പൗരത്വം നേടിയതെന്നുമാണ് അമിത് മാളവ്യ ആരോപിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞതുപോലെ ഇത് വ്യാജമാണോ എന്നുള്ള കാര്യത്തിലും സംശയം ഉയരുന്നുണ്ട്. കാരണം ആ കാലഘട്ടത്തിൽ കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള വോട്ടർ പട്ടിക ലിസ്റ്റ് ഇത്രയധികം ലക്ഷക്കണക്കിന് പേരാണ് വോട്ട് ചെയ്യുന്നത്. അത്രയും പേരുടെ പേര് ടൈപ്പ് ചെയ്യുക, അത് കമ്പ്യൂട്ടറിൽ കയറ്റുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പിന്നെ അന്ന് ഈ പ്രിൻ്റ് എടുത്ത് അല്ലെങ്കിൽ ചിലപ്പോൾ എഴുതി ചേർക്കുക അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നിലനിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് ഇത് വ്യാജമാണെന്നാണ് പറയുന്നത്. ഈ അമിത് മാളവ്യ എക്സിൽ പോസ്റ്റ് ചെയ്തത് വ്യാജമാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം BJPക്ക് അല്ലെങ്കിൽ മോദി സർക്കാരിനാണ് ഉള്ളത്. കാരണം ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ചെയ്തതുപോലെ അതിൻ്റെ പൂർണ്ണമായ തെളിവ് അല്ലെങ്കിൽ അത് വ്യാജമല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഏതായാലും BJP സർക്കാരിനുണ്ട്. ഈ പറഞ്ഞതുപോലെ ഇതിപ്പോൾ തിരിഞ്ഞു കൊത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. അതല്ല ബിനു, ഇതിൽ ഒരു സംഗതിയുണ്ട്. ഇത് കൃത്യമായ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അതെ, കാരണം ഇത് വലിയൊരു ഗുരുതരമായ ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്നു. അതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ പുറത്തു വരുന്നു. അത് ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രമല്ല, വ്യാപകമായി ഇത്തരം ക്രമക്കേടുകളുണ്ട്. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൽ പോലും ഇത്തരം അപാകതകൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിനെ കൃത്യമായ ആരോപണത്തിന്റെ മുനയൊടിക്കാൻ ഒരു സംഗതി വേണം. അപ്പോൾ ഇത് ഈ പറഞ്ഞതുപോലെ ഈ 1980 കാലയളവിലെ ഒരു രേഖ അതങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് ഇതിനോടകം തന്നെ നേരത്തെ തന്നെ അത് വാർത്തയാകേണ്ടതാണ്.
സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇന്നലെ അല്ല രാഷ്ട്രീയം തുടങ്ങിയത്. BJPയുമായി കടുത്ത രാഷ്ട്രീയ വൈരം കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പിൽ കാലത്തും ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനൊരു സംഗതി ഉണ്ടെങ്കിൽ ഇത് നേരത്തെ തന്നെ പുറത്തു വരേണ്ടതാണ്. കാരണം അത് കൃത്യമായ രാഷ്ട്രീയ ആരോപണം. ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് ഇപ്പോൾ ഉന്നയിക്കുന്നതിനേക്കാൾ ബലമേറും ഈ ഒരു സംഗതിക്ക്. അപ്പൊ ഇപ്പോൾ അത് പൊങ്ങി വന്നതിന്റെ പിന്നിൽ എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ആരോപണം അത് കുറച്ചുകൂടി പ്രസക്തമാണ്. ഇത് വ്യാജമായി നിർമ്മിച്ചതാണ്. പിന്നെ മറ്റൊരു ഈ രാഷ്ട്രീയത്തിൽ ഒരു പൊതുതന്ത്രം ഉണ്ടല്ലോ. ഒരു ആരോപണം ഉയർന്നു വന്നാൽ അതിനെ നിഷേധിക്കുക, അല്ലെങ്കിൽ അതിനെതിരെ വ്യാജ തെളിവുകൾ കൊണ്ടുവരിക. കുറെ അണികളും ഇതിനെക്കുറിച്ച് കാര്യമായ ധാരണയില്ലാത്തവർ അതങ്ങ് വിശ്വസിക്കും. തീർച്ചയായിട്ടും. ഒരു പഴമൊഴി ഉണ്ടല്ലോ, ഈ നുണ ലോകം ചുറ്റി വരുമ്പോഴത്തേക്കും സത്യം ചെരുപ്പിടുകയുണ്ടാവും. അപ്പോൾ ഇത് ഈ രീതിയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിക്കപ്പെടുന്നു. അപ്പോൾ ഒരു വലിയൊരു സമൂഹം ഇതങ്ങ് വിശ്വസിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ഈ കോൺഗ്രസിന്റെ ഈ പ്രചാരണത്തെക്കുറിച്ച് രണ്ടഭിപ്രായം സമൂഹത്തിൽ വരും. ഇപ്പൊ ഇനി അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഇപ്പൊ ആരോപണ വിധേയർക്കായിരിക്കുകയാണ്. ആരോപണം ഉന്നയിക്കുന്നവർക്ക് ഇതങ്ങ് പ്രചരിപ്പിച്ചാൽ മാത്രം മതി. ഇതിന്റെ ആരോപണ വിധേയരായിരിക്കുന്നവർ അങ്ങനെ അല്ല എന്നുള്ളത് എനിക്ക് കുറഞ്ഞ പക്ഷം സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ പ്രതികരിക്കുമെന്നാണ്. സോണിയാഗാന്ധി കോൺഗ്രസ് വൃത്തങ്ങളും ഇക്കാര്യത്തിൽ പ്രതികരിക്കേണ്ടതുണ്ട്. കാരണം ഇത് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം, അതായത് അങ്ങനെ അല്ലെങ്കിൽ തെളിയിക്കേണ്ട ഉത്തരവാദിത്തം ഈ കോൺഗ്രസിനുണ്ട്. അല്ലെങ്കിൽ അത് വലിയ തിരിച്ചടിയായി മാറും. കാരണം ഒരു ബൂമറങ്ങായി അത് തിരിച്ചു വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ ഇതിൽ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? കാരണം രാഹുൽ ഗാന്ധി ആരോപിച്ചതനുസരിച്ച് 13,000-ന് മുകളിൽ 13,000 വരെ ഭൂരിപക്ഷം ഉള്ളത് പോലും അത്രയും കള്ളവോട്ടാണ് എന്നുള്ള രീതിയിലാണ്. അത് ആരോപണത്തിൽ നമുക്ക് സാമാന്യ യുക്തിയിൽ ചിന്തിക്കുമ്പോൾ അത് ആ ആരോപണത്തിൽ പ്രസക്തമായ സംഗതികളുണ്ട്. അതിൽ വസ്തുതാപരമായ ചില സാധ്യതകൾ അതിലുണ്ട്. കാരണം ഒരു ഫ്ളാറ്റിൽ തന്നെ രസകരമാണ് കേൾക്കുന്നത്. ഒരു ഫ്ളാറ്റിൽ തന്നെ 80-85 പേരെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കുക. അത് പലരും പല കുടുംബങ്ങളിൽപ്പെട്ടവർ, അവരെല്ലാം ഒരു വീട്ടിൽ താമസിക്കുന്നു എന്നുള്ളതാണ് ആ വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത്. പക്ഷേ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ഒരു വീട്ടിൽ നിന്ന് ലോക്സഭയിൽ വോട്ട് ചെയ്തവരെല്ലാം പല പഞ്ചായത്തുകളിൽ പോയി വോട്ട് ചെയ്യണം. അത് മനുഷ്യസാധ്യമല്ലല്ലോ. ഇവർ ഈ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രം ഒരു സ്ഥലത്ത് ഒത്തുകൂടി കുറഞ്ഞതൊരു 6 മാസമെങ്കിലും സ്ഥിരതാമസം ഉള്ളവർക്കാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇടം കിട്ടുക. അപ്പോൾ ഇവർ ഈ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഇവരെല്ലാവരും കൂടി ഒരു 10-80ഓളം പേര് ഒരു വീട്ടിൽ ഒത്തുകൂടിയിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് യുക്തിക്ക് നിരക്കുന്നതല്ലല്ലോ. അതുമാത്രമല്ല, ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് പക്ഷേ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ BJPക്ക് യാതൊരു പ്രസക്തിയില്ലാത്തൊരു സംസ്ഥാനമാണ് കേരളം. കാരണം ഒരു MLA പോലും ഇല്ല. വളരെയധികം വലിയ എല്ലാ സംവിധാനങ്ങളും, സംഘടനാ സംവിധാനങ്ങളും കേഡർ സംവിധാനങ്ങളും ഉള്ള പാർട്ടിയാണ് CPIM. അതോടൊപ്പം തന്നെ കോൺഗ്രസും വളരെ വർഷങ്ങളായിട്ട് ഇവിടെ മാറി മാറി വരുന്ന സർക്കാർ. ഈ രണ്ട് മുന്നണികളെയും കബളിപ്പിച്ചുകൊണ്ട് ഇത്രയധികം കള്ളവോട്ടുകൾ കയറ്റുക എന്ന് പറയുമ്പോൾ തന്നെ ഇവരുടെ കബളിപ്പിച്ചു എന്ന് നമുക്ക് പറയാനൊക്കില്ല. അവരുടെ പിടിപ്പുകേട്. അതെ, കാര്യം ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് മുമ്പ് മുന്നൊരുക്കം നടത്തണം. വോട്ടേഴ്സ് ലിസ്റ്റ് പരിശോധിക്കുക, ഇത്തരം ക്രമക്കേടുകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. അതിന്റെ സുതാര്യത ഉറപ്പുവരുത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനേക്കാൾ ഉപരി അതിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമാണ്. കാര്യം എങ്കിലേ അവർക്ക് അതിലെന്തെങ്കിലും ഒരു അപാകത ഉണ്ടെങ്കിൽ നിയമപ്രശ്നം ഉന്നയിക്കാനുള്ള ധാർമ്മിക അവകാശമുള്ളൂ. അപ്പോൾ അത്തരത്തിൽ പണിയെടുക്കാതെ ഇത്രയും നാളിന് ശേഷം അതിൽ ഇങ്ങനെ ഉണ്ട്, ഈ ഒരു പ്രസക്തമായ സംഗതി ഇങ്ങനെ കിടപ്പുണ്ടെന്ന് പറയുന്നതിൽ നമുക്ക് അവരെ ന്യായീകരിക്കാൻ മാർഗമില്ല. പക്ഷേ വരുന്ന തെരഞ്ഞെടുപ്പുകളെങ്കിലും സുതാര്യമായി നടക്കണം, നീതിയുക്തമായി നടക്കണമെങ്കിൽ ഇത്തരം അപാകതകൾ ചൂണ്ടിക്കാണിക്കുന്നത് കൃത്യമായി പരിഹരിക്കപ്പെടുക തന്നെ വേണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.